പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ കരുണയ്ക്ക് സ്നേഹത്തിന് നന്ദി പറയാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു. 2-ാം അധ്യായത്തിൽ ആമുഖമായി ചില കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും ഉപരിതലത്തിലെ ചില അർത്ഥങ്ങൾ മനസ്സിലാക്കാനാണ് നാം പരിശ്രമിച്ചത്. ഇവിടെ നിന്ന് നാം ഇപ്പോൾ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ ആഴമുള്ള അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിക്കുന്ന ആഴമുള്ള വെളിപ്പെടുത്തലുകൾ തിരിച്ചറിയാനായി നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഈ കാനായിലെ കല്യാണ വിരുന്ന്, വെള്ളം വീഞ്ഞാക്കുന്നതും അതുപോലെ രാജസേവകൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്നതും സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്നതും അതുപോലെ തന്നെ തളർവാത രോഗിയെ എഴുന്നേൽപ്പിക്കുന്നതും അന്ധനെ സുഖപ്പെടുത്തുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്നതുമൊക്കെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്നതൊഴിച്ച് ബാക്കി ഞാൻ പരാമർശിച്ച സംഭവങ്ങളെല്ലാം തന്നെ യോഹന്നാൻ അവയെ വിളിക്കുന്നത് അടയാളങ്ങൾ എന്നാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഏതാണ്ട് 12ഓളം അധ്യായങ്ങൾ നമ്മൾ അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ അടയാളങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുന്നത് യോഹന്നാൻ ചില ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്ത് മനസ്സിലാക്കണം. ചരിത്ര സംഭവങ്ങൾ, അതായത് വെള്ളം വീഞ്ഞാക്കിയത് യേശു ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത ഒരു അത്ഭുതമാണ്. അതൊരു കഥയല്ല, അതൊരു നടന്ന സംഭവമാണ്, അതൊരു ചരിത്ര സംഭവമാണ്. സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്നത് ഒരു ചരിത്ര സംഭവമാണ്. തളർവാത രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ്. അപ്പോൾ ഈ ചരിത്ര സംഭവത്തെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ച ഈ ചരിത്ര സംഭവത്തെ യോഹന്നാൻ, ഞാൻ ഈ സമറിയാക്കാരിയെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭം അത് മാറ്റിവെക്കുക, ബാക്കി അത്ഭുതങ്ങളെല്ലാം എടുക്കുക. ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ ചരിത്ര സംഭവങ്ങളാണ്. ആ ചരിത്ര സംഭവങ്ങളെ, ആ അത്ഭുതങ്ങളെ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് അടയാളങ്ങളായിട്ടാണ്. അതായത് യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നല്ല യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് ഇത് ഒരു അടയാളമാണ്. അപ്പോൾ അടയാളം എന്ന് വിളിക്കുമ്പോൾ നമ്മളതിനെ ഇല്ലാത്ത ഒരു കാര്യം എന്ന് കാണരുത്. അതിനാണ് ഞാനിത് പറയുന്നത്. ഇത് യോഹന്നാൻ ഒരു കാര്യം ഭാവനയിൽ നിന്നോ കൽപ്പിത കഥയായിട്ടോ അവതരിപ്പിക്കുന്നതല്ല, സങ്കല്പമായി അവതരിപ്പിക്കുന്നതല്ല, ഒരാശയം പറയാൻ ഒരു കഥ പറയുന്നതല്ല. മറിച്ച് John is picking a historical event and he calls it a sign. ഒരു ചരിത്ര സംഭവത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ഇതൊരു അടയാളമാണ്. അതായത് യേശു പ്രവർത്തിച്ച ഈ ചരിത്ര സംഭവം എന്തിൻ്റെയോ ഒരടയാളമാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ അടയാളങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നാം മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടതും ഹൃദയം കൊണ്ട് പരിശോധിക്കേണ്ടതും ഇത് എന്ത് വെളിപ്പെടുത്താനാണ് യോഹന്നാൻ ഇപ്പോൾ യേശു പ്രവർത്തിച്ച ഈ അത്ഭുതം നമുക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് യോഹന്നാൻ ഈ അത്ഭുതത്തിലൂടെ നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമതായിട്ട്, ഓൾ ത്രൂ ദ പേജസ് ഓഫ് ദിസ് ഗോസ്പൽ, ജോൺ ഈസ് ട്രൈങ് ടു മേക്ക് one point clear to the reader, and that point is Jesus is God. യേശു ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മഹത്വം, ദൈവമെന്ന മഹത്വം വെളിപ്പെടുത്താൻ കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങളാണിത്. ഉദാഹരണത്തിന്, കാനായിലെ കല്യാണ വിരുന്ന് ആ സംഭവം അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത് എങ്ങനെയാണ്? ഇത് യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ യേശു പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കാനായിലെ കല്യാണ വിരുന്ന്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
അപ്പോൾ ഞാനിത് വളരെ വിശദീകരിച്ച് നിങ്ങൾ നന്നായി ഇത് ശ്രദ്ധിക്കുകയും ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യണം. ഓരോ അടയാളങ്ങളിലൂടെയും നാം ഈ പഠനത്തിൽ കടന്നു പോകുമ്പോൾ നമുക്കൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ അടയാളത്തിലൂടെ യോഹന്നാൻ എന്താണ് പറയുന്നത്? യോഹന്നാൻ പറയുകയാണ്, ഈ അടയാളത്തിലൂടെ യേശു ദൈവമാണ്. 2, യേശു തൻ്റെ മഹത്വം, ദൈവമാണെന്നുള്ള തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരടയാളമാണിത്. നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ ഈ അടയാളം സൂക്ഷിച്ച് വീക്ഷിച്ച് അവൻ്റെ മഹത്വം കാണുമ്പോൾ നാം അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുക വഴി വായിക്കുന്ന പഠിക്കുന്ന നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, നിങ്ങളിത് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പരാമർശിച്ചതാണ്. യോഹന്നാൻ 20 യോഹന്നാൻ പറയും, ഈ സംഭവങ്ങളെല്ലാം ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാനും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വചന പഠന പരമ്പരയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോ അടയാളങ്ങളിലൂടെയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരംഭത്തിലെ 12 അധ്യായങ്ങളിൽ നമ്മൾ 6 അടയാളങ്ങളിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. ഈ 6 അടയാളങ്ങളിലൂടെയും നമ്മൾ യേശുവിൻ്റെ ദൈവത്വത്തെയും മഹത്വത്തെയും തിരിച്ചറിയുകയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പാഠമായി നിലനിർത്തിക്കൊണ്ട് വേണം ഓരോ അടയാളങ്ങളുടെയും മറ്റ് വിശദാംശങ്ങളെ നാം പരിശോധിക്കേണ്ടത്. അപ്പോൾ അത് ആമുഖമായി പറയുന്നു. അപ്പോൾ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന, പുറമേ നിൽക്കുന്ന, പുറന്തോടിൽ നിൽക്കുന്ന കുറച്ച് അർത്ഥതലങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ആഴത്തിലേക്ക് കടക്കാം. അപ്പോൾ കാനായിലെ കല്യാണ വിരുന്ന്, ആ സംഭവം, ആ വചനഭാഗം ആരംഭിക്കുന്നത് 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 3-ാം ദിവസം. അപ്പോൾ നമുക്ക് ആ വചനം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. അപ്പോൾ നമ്മൾ ഈ സംഭവം വായിക്കുമ്പോൾ ഈ സംഭവം പ്രത്യേകമായി വെളിപ്പെടുത്തുന്ന ഒരാശയം നിങ്ങളോട് പങ്കുവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, യേശു കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്നു. 2ാമത്തെ കാര്യം, യേശു ജെറുസലേമിൽ വെച്ച് ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഈ 2 സംഭവങ്ങളാണ് ഈ 2ാം അധ്യായം വിവരിക്കുന്നത്. അപ്പോൾ 2ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഈ 2 സംഭവങ്ങളുടെയും അർത്ഥം ഒന്നാണ്. അല്ലെങ്കിൽ 2 സംഭവങ്ങളിലൂടെയും യോഹന്നാൻ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്ന ആശയം ഒന്നാണ്. എന്താണ് ആ ആശയം? ആശയം ഇതാണ്. അതായത് പഴയ ഉടമ്പടി പ്രകാരമുള്ള ജെറുസലേം ദേവാലയവും കടന്നുപോയി അതിൻ്റെ സ്ഥാനത്ത് പുതിയ ഉടമ്പടി പ്രകാരമുള്ള ഒരാരാധനാ രീതിയും നിലവിൽ വരാൻ പോവുകയാണ്. പഴയ നിയമ വ്യവസ്ഥ തീരുകയാണ്, പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ ആരംഭിക്കുകയാണ്. അതായത് പുതിയ നിയമത്തിൻ്റെ ഉദ്ഘാടനത്തെ സൂചിപ്പിക്കുന്ന ഒരടയാളമാണ് കാനായിലെ വിവാഹ വിരുന്നിലൂടെ യോഹന്നാൻ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിൽ വെച്ചിരിക്കുക. പാസിംഗ് എവേ ഓഫ് ദ ഓൾഡ് കവനൻറ്റ് ആൻഡ് ഓൾഡ് ഓർഡർ ഓഫ് ദ ജെറുസലേം ടെമ്പിൾ ബേസ്ഡ് ഓൺ ഇറ്റ്. സോ അതാണ് അതിൻ്റെ തീം. അത് മനസ്സിൽ വെച്ചിരിക്കുക. രണ്ടാമത്തേത്, നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന അർത്ഥത്തിനപ്പുറത്തുള്ള ഒരു അർത്ഥത്തെ പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായി ഞാൻ നിങ്ങൾക്ക് വളരെ മനസ്സിലാകുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അതിനെ 1, 2, 3, 4 സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിവാഹ വിരുന്നിൽ വരനെക്കുറിച്ച് ഒരു ചെറിയ പരാമർശവും വധുവിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വരനെക്കുറിച്ച് ഒരു ചെറിയ പരാമർശം, മണവാളനെക്കുറിച്ച്, മണവാട്ടിയെക്കുറിച്ച് പരാമർശങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ വിവാഹ വിരുന്ന് എന്ന ഒരു സംഭവത്തിനപ്പുറത്ത് ഈ വിവാഹ വിരുന്നിനെ മറ്റെന്തോ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായി യേശു അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് യോഹന്നാനും അതിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ മണവാളനെക്കുറിച്ച് ചെറിയൊരു പരാമർശം, മണവാട്ടിയെക്കുറിച്ച് പരാമർശം ഇല്ല. സോ ജോൺ സീസ് മോർ ദാൻ എ വെഡ്ഡിംഗ് സ്റ്റോറി.
മോർ ദാൻ എ വെഡിങ് ഇൻ ദ സ്റ്റോറി ജോൺ സീസ് മോർ. അപ്പോൾ യോഹന്നാൻ അതിനപ്പുറത്ത് എന്തോ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം, മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വായിച്ച് 1-ാം അധ്യായത്തിൻ്റെ 51 വരെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി 4 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 1-ാം ദിവസം, അത് അടുത്ത ദിവസം, അടുത്ത ദിവസം, അടുത്ത ദിവസം. അപ്പോൾ 4 ദിവസങ്ങൾ 1-ാം അധ്യായം വായിച്ച് തീരുന്ന ഒരു വായനക്കാരൻ്റെ മുമ്പിൽ 4 ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ 4 ദിവസങ്ങൾ തീർന്നു കഴിഞ്ഞ് 2-ാം അധ്യായം തുടങ്ങുമ്പോൾ 3-ാം ദിവസം എന്ന് പറയുമ്പോൾ 4 3 7, ഇത് 7-ാം ദിവസമാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത് 3-ാം ദിവസമാണ്, 7-ാം ദിവസവുമാണ്. ഈ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കുക. അതായത് കാനായിലെ കല്യാണ വിരുന്നിനെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് 3-ാം ദിവസവുമാണ്, 7-ാം ദിവസവുമാണ്. എന്തുകൊണ്ടാണ് ഇത് 3-ാം ദിവസമാകുന്നത്? 3-ാം ദിവസം എന്നാണ് യോഹന്നാൻ ഈ കഥ ഈ സംഭവം പറഞ്ഞ് തുടങ്ങുന്നത്. 7-ാം ദിവസമാകുന്നത് 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വായിച്ചു വരുന്ന നമുക്ക് ക്രൊണോളോജിക്കലി സമയബന്ധിതമായി സമയാനുക്രമം അനുസരിച്ച് ഇത് 7-ാം ദിവസമാണ്. അപ്പോൾ ഈ 3-ാം ദിവസത്തിനും 7-ാം ദിവസത്തിനും പ്രത്യേകതയുണ്ട്. 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൃഷ്ടി ദൈവം പൂർത്തിയാക്കുന്നത് 7 ദിവസങ്ങൾ കൊണ്ടാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം ഇതാ യേശുവിൻ്റെ വരവിലൂടെ, ആരിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടോ, എല്ലാം ആര് മുഖേനയും സൃഷ്ടിക്കപ്പെട്ടോ, ആരാണോ സൃഷ്ടിയുടെ ആധാരവചനമായിരുന്നത്, ആ യേശു മനുഷ്യ ജന്മമെടുത്ത് ഈ മാനവകുലത്തിലെ അംഗമായി പിറവിയെടുത്ത് ഈ നരലോകത്തുകൂടി കടന്നു പോകുമ്പോൾ അവൻ ഇതാ ഈ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം പുനഃസൃഷ്ടി നടത്താനായി വന്നിരിക്കുന്നു. ഹി കെയിം ടു റീക്രിയേറ്റ്, പുനഃസൃഷ്ടി നടത്താനാണ് യേശു വന്നത്. അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം നവീനമാക്കുന്നതിനും നവീകരിക്കുന്നതിനും കടന്നു വന്നവനാണ് ദൈവപുത്രനായ യേശു. അവൻ ദൈവമായതുകൊണ്ടും അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടും അവനിതാ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം നവീകരിക്കാനായി കടന്നു വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതിനെയെല്ലാം നവീകരിക്കാനായി കടന്നു വരുന്ന യേശു 7 ദിവസം കൊണ്ട് ത്രിയേക ദൈവം പൂർത്തിയാക്കി ഈ സൃഷ്ടിയെ ഈ 7-ാം ദിനത്തിൽ തൻ്റെ ആഗമനത്തിൻ്റെ ആദ്യത്തെ അടയാളത്തിലൂടെ നവീകരിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയാണ്. പുനഃസൃഷ്ടിയുടെ പ്രവൃത്തി യേശു ആരംഭിക്കുകയാണ്. അതാണ് ഒരു സൂചന, 7-ാം ദിവസം. അപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ, പ്രായോഗിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പാഠം, നമ്മളായിരിക്കുന്ന ആ പഴമയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതുമയിലേക്ക് നവീകരിക്കുന്നവൻ യേശു മാത്രമാണ്. സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം പുതുതാക്കുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ട്, പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നുണ്ട്, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നീ കാണുന്നില്ലേ. കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അതായത് എപ്പോഴും ഓർത്തിരിക്കുക, ഇൻ ക്രൈസ്റ്റ് സംതിങ് ന്യൂ ബിഗിൻസ്. യേശുവിൽ പുതിയതായി എന്തോ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും നമ്മളെ റിന്യൂ ചെയ്യുന്നത്, നവീകരിക്കുന്നത്, നമ്മളെ പുതുതാക്കുന്നത്, നമ്മളെ മെച്ചപ്പെടുത്തുന്നത് ഇന്നലത്തെ അബദ്ധങ്ങളിൽ നിന്നും, ഇന്നലത്തെ പരാജയങ്ങളിൽ നിന്നും ഇന്നത്തെ നവീകരണത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത് യേശുവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഈശോയെ എപ്പോഴും കൺമുമ്പിൽ നിർത്താൻ നാം സൂക്ഷിക്കണം എന്നൊരു സൂചന ഈ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ ആ സംഭവം അത് വിവരിക്കുമ്പോൾ നമുക്ക് മുമ്പിലേക്ക് യോഹന്നാൻ എടുത്തു വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീണ്ടും ആരംഭിക്കാൻ ഒരവസരമുണ്ട്. യേശുവിൽ നമുക്ക് ഇന്നലത്തെ തെറ്റുകളെ നമുക്ക് അതിജീവിക്കാൻ, ഇന്നെല്ലാം പുതുതാക്കാൻ യേശുവിൽ നമുക്കൊരവസരമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം. ഇനി അതുകൊണ്ടാണ് ഇതാ യേശു സകലതും നവീകരിക്കുന്നു എന്ന ഒരു പാഠം
അവതരിപ്പിക്കാൻ യോഹന്നാൻ പരിശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് വരനെയും വധുവിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ ബോധപൂർവം സുവിശേഷകൻ ഒഴിവാക്കിയത്. വരനെയും വധുവിനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? ഈശോ ഇവിടെ എല്ലാം പുതുതാക്കാൻ പോകുന്നു എന്ന മെസ്സേജാണ് ഈ പാസേജിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ വരനെയും വധുവിനെയും കുറിച്ചൊന്നും അധികം പറയാനായി പരിശ്രമിക്കുന്നില്ല. മറ്റൊന്ന്, ഞാനത് സൂചിപ്പിച്ചിരുന്നു. ദൈവം സകലത്തെയും നവീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രക്രിയ കർത്താവ് എവിടെയാണ് ആരംഭിക്കുന്നത്? ദൈവം അത് ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. ഒരു സമൂഹം, ഒരു സഭ, ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ ലോകം, ഇത് മുഴുവൻ റിന്യൂ ചെയ്യപ്പെടാനുള്ള ആദ്യത്തെ വിത്തുകൾ വിതയ്ക്കപ്പെടേണ്ടത് ഒരു കുടുംബത്തിലാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, കർത്താവ് യേശു മിശിഹ തൻ്റെ പുതിയ ഉടമ്പടി, പുതിയ നിയമത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കാൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് തിരഞ്ഞെടുത്തത് ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ്. ലൂക്കാ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു കുടുംബനാഥന് ദൈവം കൊടുക്കുന്ന അരുളപ്പാടോടുകൂടിയാണ്. മംഗളവാർത്ത ലഭിക്കുന്നത് ഒരു കുടുംബം രൂപപ്പെടാൻ പോകുന്നു, ഇതാ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്ന ആ ദൂതൻ്റെ വാക്കുകളോടെയാണ് മംഗളവാർത്ത, അല്ലെങ്കിൽ രക്ഷയുടെ ആരംഭവചനങ്ങൾ ഒരു കുടുംബം രൂപപ്പെടാൻ പോകുന്നു എന്നാണ്. യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, പുതിയ ഉടമ്പടിയിലെ യേശുവിൻ്റെ സകല പ്രവൃത്തികളും ഈശോ ആരംഭിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ ഒക്കെ കുറേ കൂടി ഗൗരവമായി എടുക്കാൻ നാം വിശ്വസിക്കുന്ന വിശ്വാസം നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കണം. കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടും കുടുംബത്തെ പരിഗണിക്കാതെയും കുടുംബ ബന്ധങ്ങളെ നിസ്സാരമാക്കി കണ്ടുകൊണ്ടും നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് ഇല്ല. യേശു ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ആവർത്തിച്ച്, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ആഴമായി പറയും. അതായത് ഈശോ മിശിഹ ഇതാ ഒരു വെഡ്ഡിങ് ഫീസ്റ്റിന് പങ്കെടുക്കുന്നതിലൂടെ, വിവാഹ വിരുന്നിന് പങ്കെടുക്കുന്നതിലൂടെ അദ്ദേഹം എല്ലാ വിവാഹ ബന്ധങ്ങളെയും ആശീർവദിച്ചു. ജീസസ് പ്രസൻസ് ഇൻ എ ഫാമിലി, ജീസസ് പ്രസൻസ് ഇൻ എ വെഡ്ഡിങ്. നമ്മുടെ വിവാഹ വിരുന്നിലേക്ക് യേശു കടന്നു വന്നിട്ട് ആ വിവാഹ വിരുന്നിൽ യേശു സന്നിഹിതനായി നിന്നിട്ട് ഹി ബ്ലെസ്സസ് ആൻഡ് മേക്സ് ഇറ്റ് എ സാക്രമെൻറ്റ്. അവൻ അതിനെ ഒരു കൂദാശയാക്കി മാറ്റുകയാണ്. കർത്താവ് യേശു മിശിഹ നമ്മുടെ ദാമ്പത്യത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു മിശിഹ നമ്മുടെ ദാമ്പത്യത്തിലേക്കും മക്കളിലേക്കും തലമുറയിലേക്കും വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ ദാമ്പത്യങ്ങളിലും നമ്മുടെ വിവാഹ വിരുന്നുകളിലും നമ്മുടെ കുടുംബങ്ങളിലും യേശു ഉണ്ടോ എന്ന് നാം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. യേശുവിനെ മുൻനിർത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കേണ്ടത്. യേശുവിനെ മുൻനിർത്തിയാണ് നിങ്ങൾ കുടുംബജീവിതം തുടരേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യാഭർത്താക്കന്മാർ, ദമ്പതിമാർ കേൾക്കാൻ സുവിശേഷം, ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ദാമ്പത്യത്തിൽ യേശു ഇപ്പോഴും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സോ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ് അമേസിംഗ്ലി ബിഗിൻസ് ഇൻ എ ഫാമിലി, ആൻഡ് ഗോഡ് ബിഗിൻസ് എവറിത്തിങ് ഇൻ എ ഫാമിലി. കർത്താവ് കുടുംബങ്ങളിലാണ് എല്ലാം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ വി ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു റിന്യൂ അവർ ഫാമിലീസ്. കുടുംബങ്ങളെ നവീകരിക്കാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അടുത്ത വാക്യം എന്താണെന്നറിയോ? യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ അമ്മയെ മാറ്റി നിർത്തി ഈ ഭൂമിക്ക് ഒരു നവീകരണമില്ല. യേശുവിൻ്റെ അമ്മയെ മാറ്റി നിർത്തി കുടുംബങ്ങൾക്കും ഒരു നവീകരണമില്ല. യേശുവിൻ്റെ അമ്മയെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ദാമ്പത്യങ്ങൾക്ക് ഒരു റിന്യൂവലില്ല, സഭയ്ക്കൊരു റിന്യൂവലില്ല. മനസ്സിലായില്ലേ? How carefully John positions the presence of Mother Mary in this episode. അത് ശ്രദ്ധിക്കാതെ വിടരുത്. എത്ര ശ്രദ്ധാപൂർവമാണ്. അതായത് ഈ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ, മദർ മേരിയെ ഒത്തിരി സ്ഥലത്തൊന്നും യോഹന്നാൻ കൊണ്ട് നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ അമ്മയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ യോഹന്നാൻ വിശദീകരിച്ചിട്ടില്ല. വളരെ ചുരുക്കം, വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ, കീ മൊമെന്റ്സ്, സ്റ്റാർട്ടിങ് ഓഫ് ദ മിനിസ്ട്രി, ഫിനിഷിങ്, എൻഡിങ് ഓഫ് ദ മിനിസ്ട്രി. മനസ്സിലായോ? തുടക്കം, ഈ കഥയുടെ തുടക്കം, ഈ കഥയുടെ ഒടുക്കം, കീ പോയിന്റിലാണ് അമ്മയെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതാ പുതിയ ഉടമ്പടി
ആരംഭിക്കാൻ പോകുന്നു. ഇതാ കർത്താവ് സകലതും പുതുതാക്കാൻ പോകുന്നു. ഇതാ യേശുവിലൂടെയുള്ള രക്ഷ ആരംഭിക്കാൻ പോകുന്നു. അവിടെ യേശുവിൻ്റെ അമ്മയെ യേശു കൊണ്ടു നിർത്തിയെങ്കിൽ, യേശുവിൻ്റെ അമ്മ അവിടെ നിൽക്കുന്ന ആ യാഥാർത്ഥ്യം യോഹന്നാൻ പ്രസൻറ്റ് ചെയ്തെങ്കിൽ, എന്നെ കേൾക്കുന്ന വ്യത്യസ്തങ്ങളായ സഭാവിശ്വാസങ്ങളിൽ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് ഈ അപ്പസ്തോലിക സഭകളിൽ അല്ലാതെ മറ്റ് സമൂഹങ്ങളിൽ, മറ്റ് സഭകളിൽ യേശുവിനെ ആരാധിക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ മാതാവിനെ മാറ്റി നിർത്തുന്ന ഒരു ആത്മീയത ബൈബിൾ അവതരിപ്പിക്കുന്നില്ല. പരിശുദ്ധ അമ്മയോടുള്ള ബന്ധവും സ്നേഹവും ഭക്തിയും താല്പര്യവും ബഹുമാനവും മധ്യസ്ഥവും നമ്മുടെ ആത്മീയതയുടെ അടിത്തറയിൽ നിൽക്കുന്ന സത്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കാനും നിങ്ങളതിനെ ധ്യാനിക്കാനും അതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിക്കാനും മാതാവിനെ നിഷേധിക്കുന്ന സഭാസമൂഹങ്ങളിലുള്ളവരോട് ഞാൻ വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. സത്യസന്ധമായി മുൻവിധികളില്ലാതെ നിങ്ങൾ യേശുവിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പരിശ്രമിക്കുക. യേശു തൻ്റെ അമ്മയെ തള്ളിപ്പറയുമോ? യേശുവിൻ്റെ അമ്മയെ തള്ളിപ്പറയുന്നത് യേശുവിന് ഇഷ്ടമാകുമോ? കൂടുതൽ ഭക്തിക്ക് വേണ്ടിയും കൂടുതൽ പുണ്യത്തിനു വേണ്ടിയും യേശുവിൻ്റെ അമ്മയെ നിഷേധിക്കുന്നത് യേശുവിന് സന്തോഷമാകുമോ? അപ്പോൾ ഇൻ ദിസ് കീ മൊമെൻറ്റ് ഓഫ് ദി റീക്രിയേഷൻ, in this key moment of the inauguration of the New Testament, John positions Mother Mary and says Mother Mary was there in this incident. When this incident happened, Mary was there. യോഹന്നാൻ മേരി എന്ന് ഉപയോഗിക്കുന്നില്ല, യേശുവിൻ്റെ അമ്മ, മാതാവ്, മറിയം, പരിശുദ്ധ അമ്മ, ഇങ്ങനെയൊക്കെ പറയുന്ന ആ അപദാനങ്ങൾക്കൊപ്പം ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈശോടമ്മ, ഈശോടമ്മ, അതെന്ത് മനോഹരമാണ്. ഈശോടമ്മ, എൻ്റെ ഈശോടമ്മ, പരിശുദ്ധ മറിയമേ, എൻ്റെ തമ്പുരാൻ്റെ അമ്മയെ. അത് മനോഹരമായൊരു വാക്കാണ്. നിങ്ങൾക്ക് അത് ആവർത്തിച്ച് വിളിക്കാനിടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ തമ്പുരാൻ്റെ അമ്മയെ. മാർ യോഹന്നാനീസ് പിതാവ് മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്നാണ്. എൻ്റെ കർത്താവിനെ പെറ്റ അമ്മച്ചി, എൻ്റെ തമ്പുരാൻ്റെ അമ്മ. യോഹന്നാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കിയേ, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. ഇനി 5-ാം അധ്യായത്തിൽ അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ. നമുക്ക് ഈ അമ്മയെ, മാതാവിനോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം, റീസൺ, റാഷണൽ, യേശുവിൻ്റെ അമ്മ, എൻ്റെ യേശുവിൻ്റെ അമ്മ. നമ്മളെന്തുകൊണ്ടാണ് ഈ മഹനീയ വനിതയെ, ഈ മഹത് വ്യക്തിത്വത്തെ, ഈ വനിതാരത്നത്തെ, ഈ പുണ്യപൂർണ്ണത പ്രാപിച്ച ഈ മഹിളാരത്നത്തെ നാം എന്താണ് തള്ളിപ്പറയാത്തത്? യേശുവിൻ്റെ അമ്മ. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശുവിൻ്റെ അമ്മയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടത് എനിക്കറിയാം. ഞാൻ അധികം സമയം എടുക്കുന്നുണ്ട് ഓരോ വാക്കുകളും വിശദീകരിക്കാൻ. പക്ഷേ ഐ എം നോട്ട് ടയേർഡ്. ഞാനിതിൽ ക്ഷീണിതനല്ല. കാരണം ഇത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഇത് ആഴങ്ങൾ തിരയുന്ന സുവിശേഷമാണ്. അതുകൊണ്ട് നമുക്ക് ഓടിച്ചൊരു യാത്ര സാധ്യമല്ല. ചിലപ്പോൾ നാം വർഷങ്ങൾ എടുക്കുമായിരിക്കും ഇത് തീർക്കാൻ. പക്ഷേ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഓരോ വായനയിലൂടെയും ദൈവം അഗാധങ്ങളായ ആഴങ്ങൾ, മുത്തുകൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെയായിരുന്നു ഈ വചനം കേട്ടുകൊണ്ടിരുന്നാലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമാവട്ടെ. നാളെ, മറ്റന്നാൾ, തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും കർത്താവിനോട് കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.